സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് കേന്ദ്ര സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ വിലക്ക് നമുക്കറിയാം. ജാനകി എന്ന പേര് സീതയുടെ പര്യായപദമാണ്. അതുകൊണ്ട് തന്നെ ആ പേര് മാറ്റാതെ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു സെൻസർ ബോർഡ്. പക്ഷേ ഹൈക്കോടതിയിലേക്ക് കേസെത്തുന്നു. ഹൈക്കോടതി അത് ആ സിനിമ നേരിട്ട് കണ്ട് വിലയിരുത്തുന്നു. ഇന്ന് ആ കേസിൽ ഒരു വിധി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് പ്രദർശന അനുമതി നിഷേധിച്ചതിന് എതിരായി നിർമ്മാതാക്കൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ 5-ന് ജഡ്ജി നേരിട്ട് സിനിമ കണ്ടിരുന്നു. നിർമ്മാതാക്കളുടെ ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസ് എൻ നഗരേഷാണ് നേരത്തെ സിനിമ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിലയിരുത്തിയത്. വിവരങ്ങളുമായി തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തായിരിക്കും ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. തിയോഫിൻ, ഇന്ന് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ സിനിമാ വിവാദത്തിൽ സെൻസർ ബോർഡിന്റെ നിലപാടിൽ ഇന്ന് കോടതി തീരുമാനം പറയുമോ? മനു, അതായത് ഈ സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് JSK സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്ന സംഭവത്തിൽ ഇന്ന് കോടതിയുടെ ഒരു വിധി ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാതാക്കളായ കോസ്മോസ് എൻ്റർപ്രൈസസ് നൽകിയ ഹർജി കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ജസ്റ്റിസ് എൻ നഗരേഷ് ഈ സിനിമ നേരിട്ട് കണ്ട് വിലയിരുത്തുകയുണ്ടായി. കാരണം നേരത്തെ തന്നെ നിർമ്മാതാക്കൾ പറഞ്ഞൊരു വിഷയമുണ്ട്. ആ പേര്, ജാനകി എന്ന പേര് സിനിമയ്ക്ക് എത്രത്തോളം നിർണായകമാണ്, അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് സിനിമ കണ്ടാൽ മാത്രമാണ് അറിയാൻ കഴിയുക എന്ന് സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോടതി നേരിട്ട് തന്നെ സിനിമ കാണാൻ തയ്യാറായത്. കാക്കനാടുള്ള സ്റ്റുഡിയോയിലെത്തി ജസ്റ്റിസ് എൻ നഗരേഷ് സിനിമ കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലുണ്ടാകും. എന്തായാലും അദ്ദേഹം സിനിമ കണ്ടതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇന്നൊരു വിധി ഉണ്ടായേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു പക്ഷേ ഉച്ചയ്ക്ക് മുമ്പ് എന്തെങ്കിലും ഒരു കൃത്യമായ വിവരം നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയും. സെൻസർ ബോർഡ് യാതൊരു ന്യായവുമില്ലാത്ത രീതിയിലാണ് ഈ സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ചുകൊണ്ട് സിനിമയുടെ ടൈറ്റിൽ ജാനകി എന്ന പേര് മാറ്റണം, അതോടൊപ്പം കഥാപാത്രത്തിൻ്റെ ജാനകി എന്ന പേര് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടത്. ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പേര് വരുന്ന രീതിയിൽ അത്തരത്തിലൊരു അതിൻ്റെ പര്യായമായ സീതാദേവിയുടെ പര്യായമായ പേരായതുകൊണ്ട് അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് അവർ വാദിച്ചത്. പക്ഷേ ഇതേ പേരിൽ മുൻകാലങ്ങളിൽ പലതവണ സിനിമയുണ്ടായിട്ടുണ്ട്. പല സിനിമകളിൽ അത്തരം പേരുകൾ വന്നിട്ടുണ്ട്. ഈ സെൻസർ ബോർഡ് നിയമങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് തന്നെ അതിനുശേഷവും ഇത്തരത്തിലുള്ള പല സിനിമകളും വന്നിട്ടുണ്ട്. സിനിമാ നിർമ്മാതാക്കളും മറ്റ് സിനിമാ സംഘടനകളും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്തരത്തിൽ ഈ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ പര്യായമായി വരുന്ന അല്ലെങ്കിൽ അതുമായി ചേരുന്ന ഒരു പേരായതിൻ്റെ പേരിൽ ഇത്തരത്തിൽ പേരുകൾ ഒഴിവാക്കേണ്ടി വന്നാൽ നാളെ മറ്റ് വിശ്വാസികളും, ഹിന്ദു വിശ്വാസമാകട്ടെ, ക്രിസ്തീയ വിശ്വാസമാകട്ടെ, മറ്റേതെങ്കിലും ഇസ്ലാം മത വിശ്വാസമാകട്ടെ, അങ്ങനെ ഓരോ പേരുകളും ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വിശ്വാസവുമായി ബന്ധപ്പെട്ട രീതിയിൽ വരുന്നവയാകാം. അങ്ങനെയാണെങ്കിൽ 99% പേരുകളും സിനിമകൾക്ക് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അങ്ങനെയാണെങ്കിൽ കഥാപാത്രങ്ങൾക്ക് നമ്പർ ഇടേണ്ടി വരുമോ എന്നാണ് സിനിമാ സംഘടനകൾ ചോദിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമാ സംഘടനകൾ സംയുക്തമായി പ്രതിഷേധം നടത്തിയതും നമ്മൾ കണ്ടതാണ്. എന്തായാലും കോടതി സിനിമ കണ്ട് വിലയിരുത്തിയ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വിധി ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് നിർമ്മാതാക്കൾ. മനു, ശരി, തിയോഫിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നോക്കാം ഏതായാലും കോടതി ഇന്ന് എന്ത് തീരുമാനം ആ കേസിൽ പറയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.